Good afternoon, everyone. Yeah, good afternoon. Okay, just wait a second. Okay, yeah. Yeah. Have you had your lunch? Lunch കഴിച്ചോ? Yes, ma'am. Yes. Okay. Yeah. Then നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡൽ വെർബ് ആയിരുന്നു. നമ്മുടെ can and could ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നോ? Can and could. എടുത്തു. എടുത്തു. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണോ എല്ലാവർക്കും? Clear. Okay. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്യാൻ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? കുഡ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. നോ ഡൗട്ട് ഇല്ല. ഓക്കെ. അപ്പൊ ക്യാൻ വെച്ചിട്ടും കുഡ് വെച്ചിട്ടും കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞാലോ നമുക്ക്? റെഡിയാണോ? Yes, ma'am. പറയൂ. പറയാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താലും മതി. സോ എന്തായാലും എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. ക്യാൻ എന്ന് പറയുമ്പോൾ എബിലിറ്റി ആണ്. എബിലിറ്റി വെച്ചിട്ട് പറയാം. അതർവൈസ് നമുക്ക് റിക്വസ്റ്റോ പെർമിഷനോ ക്യാൻ യൂസ് എനിത്തിങ്. ഓക്കെ. Can I get a pencil? Yeah, can I get a pencil? Yeah, can I get a pencil? Can you please move? Yeah, I could swim. Yeah, I could swim എന്ന് പറയുമ്പോ ജിസ്മിക്ക് ഇപ്പോ അറിയില്ല എന്നാണോ? സ്വിമ്മിങ് അറിയില്ല? കറന്റ് ഇല്ല, അറിയില്ല. അപ്പൊ കറക്റ്റ് ആണ്, ആ യൂസേജ് കറക്റ്റ് ആണ്. swim. Okay. Next. Maximum എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് യൂസേജ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ. മാക്സിമം വൊക്കാബുലറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് മലയാളമോ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം, എന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. Can you please share your location? Okay. Good. എപ്പോഴാ യൂസ് ചെയ്യേണ്ടതെന്ന് കൂടെ പറയാമോ? ഓക്കെ. ഗുഡ്. ഗുഡ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ക്യാൻ എന്ന് പറയുന്നത് പ്രസന്റിലാണ്. പ്രസന്റിലെ എബിലിറ്റി പറയാനാണ്. അതായത് ക്യാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് പ്രസന്റിലാണ്. ഓക്കെ. പ്രസന്റ് മീൻസ് നമുക്ക് ഇപ്പോ പറ്റുന്ന ഒരു എബിലിറ്റി പറയാനാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ക്യാൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പെർമിഷൻ, റിക്വസ്റ്റ് എന്ത് വേണമെങ്കിലും ക്യാൻ വെച്ചിട്ട് ചോദിക്കാം. അത് എന്താണ് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഒരു റെസ്പെക്റ്റോ അങ്ങനെ ആവശ്യമൊന്നും ഇല്ലാത്ത ടൈമില് നമുക്കാണ് ക്യാൻ നമുക്ക് ചോദിക്കാൻ പറ്റുക. ക്യാൻ ഐ ഗിവ് യു പെൻ? അതായത് നമുക്ക് ഒരു ഫ്രണ്ട്സ് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ആണ്, നമുക്ക് ക്യാൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ക്യാനിന്റെ. അപ്പൊ കുഡ് എന്ന് പറയുന്നത് ക്യാൻ പ്രസന്റിലെ എബിലിറ്റി പറയാൻ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. മീൻ പാസ്റ്റിലെ എബിലിറ്റി പറയാനാണ്
കുഡ് നമ്മൾ യൂസ് ചെയ്യാം. അതായത് എനിക്ക് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇപ്പോ ജിസ്മി പറഞ്ഞ പോലെ ജിസ്മിക്ക് പണ്ട് സ്വിം ചെയ്യാൻ അറിയാമായിരുന്നു, പക്ഷെ ഇപ്പൊ അറിയില്ല എന്നാണ് പറഞ്ഞത്. സോ പണ്ട് അറിയാവുന്ന ഒരു എബിലിറ്റി പറയുമ്പോൾ നമുക്ക് ഐ കുഡ് സ്വിം, ജിസ്മി പറഞ്ഞാൽ ഐ കുഡ് സ്വിം എന്ന് പറയാം. എനിക്ക് അന്ന് അറിയാമായിരുന്നു. ഓക്കെ, എനിക്ക് സ്വിമ്മിങ് അറിയാമായിരുന്നു എന്നാ വരാം. ഇപ്പൊ അറിയില്ല. ഓക്കെ, അപ്പൊ അന്ന് അറിയാമായിരുന്നു, ഇപ്പൊ അറിയില്ല. അപ്പൊ എനിക്ക് സ്വിമ്മിങ് അറിയാമായിരുന്നു. ഐ കുഡ് സ്വിം, എനിക്ക് സ്വിം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാ വരാം. ഐ കുഡ് സ്വിം എന്ന് പറയാം. അപ്പൊ പാസ്റ്റിലെ ഒരു എബിലിറ്റി പറയാനായിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുക. ഇനി പ്രസന്റിൽ തന്നെ നമ്മൾ ഓരോ റിക്വസ്റ്റും പെർമിഷനും ചോദിക്കണമെങ്കിൽ, പൊളൈറ്റ്നെസ് ആയിട്ട് ചോദിക്കണമെങ്കിൽ നമ്മൾ അവിടെ കുഡ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ക്യാൻ അല്ല, കുഡ് ആയി യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഓഫീസിലെ സീനിയർ എംപ്ലോയീസിനോടോ സീനിയർ ഓഫീസേഴ്സിനോടോ ടീച്ചേഴ്സിനോടോ ഒക്കെ നമ്മൾ ഫ്രണ്ട്സിനെ പോലെ അല്ല ഒരു ബിഹേവ് ചെയ്യുക, അല്ലെ? കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനും ഇത്തിരി ഒരു പൊളൈറ്റ്നെസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ പൊളൈറ്റ്നെസ് വെച്ചിട്ട് വേണം നമ്മള് കുഡ് യൂസ് ചെയ്ത് ചോദിക്കാൻ. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോഴും റിക്വസ്റ്റ് പറയുമ്പോഴും പെർമിഷൻ ആണെങ്കിലും എന്താണെങ്കിലും അവിടെ പൊളൈറ്റ്നെസ് ഉണ്ടെങ്കിൽ അവിടെ കുഡ് യൂസ് ചെയ്യണം. അതർവൈസ് ക്യാനും കുഡും സെയിം ആണ്. ഇപ്പൊ നിങ്ങള് എന്തെങ്കിലും പറയാണ്ട് ക്യാൻ വെച്ച് ചോദിച്ചു പോയി എന്ന് വെച്ചാൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. അവിടെ ഈ പൊളൈറ്റ്നെസിന്റെ ഒരു കുറവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ മീനിങ്ങിനൊന്നും ഒരു വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ കുഡും ക്യാനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാം. പാസ്റ്റിലെ എബിലിറ്റി പറയുമ്പോൾ കുഡ് യൂസ് ചെയ്യാം. കുഡ് യു പ്ലീസ് സേ ഇറ്റ് അഗൈൻ എന്ന് പറയാം. അത് പൊളൈറ്റ്നെസ് ആണ്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറയാവോ? കുഡ് യു സേ ഇറ്റ് അഗൈൻ? അതെ, അങ്ങനെ പറയാം. ക്യാൻ യു സേ ഇറ്റ് അഗൈൻ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്, എക്സ്പ്രഷൻ വ്യത്യാസമുണ്ട്. കുഡ് ചോദിക്കുമ്പോൾ കുറച്ചൊരു പൊളൈറ്റ്നെസ് ആവും, ക്യാൻ ചോദിക്കുമ്പോൾ ആ ഒരു പൊളൈറ്റ്നെസ് ഫീൽ ചെയ്യില്ല. ആ രണ്ട് വ്യത്യാസം മാത്രമേ ക്യാനും കുഡും തമ്മിലുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ക്യാൻ ആൻഡ് കുഡ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പോസിബിലിറ്റി പറയുമ്പോൾ നമുക്ക് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതുവരെയും എടുത്തതും ക്ലിയർ ആണോ? ക്യാൻ ആൻഡ് കുഡ് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കുഡിന്റ് യൂസ് സോ ചെയ്യുന്നതോ? കുഡിന്റെ മീനിങ് എന്താ? ഞാൻ ചെയ്യുമായിരുന്നില്ല എന്നാണ്. ഞാൻ പണ്ട് അങ്ങനെ ചെയ്യായിരുന്നില്ല. ഐ കുഡന്റ് ഡു ദാറ്റ്, ഐ കുഡന്റ് ഡു ഇറ്റ്. ഞാൻ അങ്ങനെ ചെയ്യായിരുന്നില്ല. മനസ്സിലായോ? അത് ചെയ്യായിരുന്നില്ല എന്നാണ്, നെഗറ്റീവ് ആണ്. ഞാൻ പണ്ട് സിം ചെയ്യായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാം, നിങ്ങൾ പണ്ട് സിം ചെയ്യായിരുന്നോ? ഐ കുഡന്റ് സിം എന്ന് പറയാം. എനിക്ക് ഇല്ല, ഞാൻ പണ്ട് ചെയ്യായിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു, ഞാൻ ചെയ്യാറില്ലായിരുന്നു. സിം ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാണ് അതിന്റെ പക്ക ഒരു മലയാളം വരും. കഴിയുമായിരുന്നില്ല. കഴുകുക എന്നാണല്ലോ കുഡും ക്യാനിന്റെ ഏകദേശം മീനിങ് വരാം. അപ്പൊ അങ്ങനെ വരാം, കുഡന്റ്. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? No? Okay. Yeah, moving on to the next topic. That is could be. Could be mean ആയിരിക്കും എന്നാ പറയാ. ആയിരിക്കും, അതായത് നമുക്കൊരു ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ എന്താ, നമ്മളിപ്പോ മക്കള് ഉണ്ടെങ്കില്, കുഞ്ഞാണെങ്കില് നമുക്ക് കൂടെ നമ്മൾ വീടിനകത്തിരിക്കുക. അപ്പൊ സൗണ്ട് കേട്ടിട്ട് മോള് ചോദിക്കുകയാണ്, എന്താണ് സൗണ്ട് കേൾക്കണെന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് പറയും? ചിലപ്പോ പ്ലെയിൻ പോകുന്ന സൗണ്ട് ആയിരിക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലേ, പ്ലെയിൻ പോകുന്ന സൗണ്ട് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ മക്കൾക്ക് അത് അറിയാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരാൾക്ക് അത് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? അത് ഇറ്റ് കുഡ് ബി ആൻ എയറോപ്ലെയിൻ എന്ന് പറയും. അതൊരു എയറോപ്ലെയിൻ ആയിരിക്കും. മനസ്സിലായോ? എയറോപ്ലെയിൻ ആയിരിക്കും, ഇറ്റ് കുഡ് ബി ആൻ എയറോപ്ലെയിൻ. ഓക്കെ, അങ്ങനെ പറയാം. കാരണം നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് ഏകദേശം അറിയാം അത് പ്ലെയിൻ ആയിരിക്കും എന്ന് നമുക്ക് അറിയാം. ഒരു ഉറപ്പ് നമുക്കുണ്ട്, അല്ലെ? ഒരു 60% ഒരു ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ കുഡ് വെച്ചിട്ട് പറയാം, ഇറ്റ് കുഡ് ബി ആൻ എയറോപ്ലെയിൻ എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും അവളെവിടെയാണ് നോക്കിയാണ്, അപ്പൊ നമ്മൾ എന്ത് പറയാം? അവള് ചിലപ്പോ വീട്ടിലുണ്ടായിരിക്കും, അല്ലെ? അവള് വീട്ടിലുണ്ടായിരിക്കും. ഷി കുഡ് ബി അറ്റ് ഹോം എന്ന് പറയാം. ഷി കുഡ് ബി അറ്റ് ഹോം, അവള് വീട്ടിലുണ്ടായിരിക്കും.
ഓക്കെ, നമുക്ക് അങ്ങനെ നമുക്ക് ഈ കുഡ് ബി യൂസ് ചെയ്യാം. ഇപ്പോ ദ ട്രെയിൻ കുഡ് ബി ലേറ്റ്, ട്രെയിൻ ലേറ്റ് ആയിരിക്കും, അത് പ്രസന്റ് ആണ്. ദ ട്രെയിൻ ലേറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാണ് ഈ കുഡ് ബി യൂസ് ചെയ്യുക. ഷി കുഡ് ബി അറ്റ് ദ പ്ലേ ഗ്രൗണ്ട്. അയ്യാ, അവള് ചിലപ്പോ പ്ലേ ഗ്രൗണ്ടിൽ ഉണ്ടാവും, അവിടെ പ്ലേ ഗ്രൗണ്ടിലായിരിക്കും. ഷി കുഡ് ബി അറ്റ് ദ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, അങ്ങനെ പറയാം. ദെൻ കുഡ്, ഇവിടെ കുഡിൽ പകരം നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റും. മേ യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, മേ ആൻഡ് മൈറ്റ്. അതായത് മേ എന്ന് പറയുന്നത് ചാൻസ് കൂടുതലാണ്, നമുക്ക് അത്രയും ഒരു 80% ഷുവർ ആണ് അത് ഇന്നതായിരിക്കും. ഒരു 80% ഷുവറിറ്റി ഉണ്ടെങ്കിൽ നമുക്കവിടെ മേ യൂസ് ചെയ്യാം. ഇപ്പോ ഷി മേ ബി അറ്റ് ഹോം, മിക്കവാറും ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ഷി മേ ബി അറ്റ് ഹോം എന്ന് പറയാം. ഇനിയിപ്പോ ആ ചാൻസ് ഒരു 60% ആണ് ഉറപ്പെങ്കിൽ നമുക്ക് അവിടെ കുഡ് യൂസ് ചെയ്യാം. ഷി കുഡ് ബി അറ്റ് ഹോം, അവള് ചിലപ്പോ വീട്ടിലായിരിക്കും. ഇനിയിപ്പോ ഒട്ടും നമുക്ക് അറിയില്ല, എന്നാലും നമ്മൾ ചുമ്മാ പറഞ്ഞു ചിലപ്പോൾ വീട്ടിലുണ്ടായിരിക്കും, എനിക്ക് അറിയില്ല, എന്നാലും ഉണ്ടാവിരിക്കാം എന്ന് പറയില്ല നമ്മള്. അത് ഷി മൈറ്റ് ബി അറ്റ് ഹോം, മൈറ്റ് ബി അറ്റ് ഹോം. അപ്പൊ ഇങ്ങനെയാണ് മേ, കുഡ്, മൈറ്റിന്റെ ഒക്കെ യൂസേജ് വരെ. ഓക്കെ, മേ ഒരു 80% ആണെങ്കിൽ കുഡ് ഒരു 60% ആണ്. ഇനി മൈറ്റ് ആണെങ്കിൽ ഒരു 40% ഒക്കെ ഉണ്ടാവും ചാൻസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ 3 മടലകവും നമ്മൾ യൂസ് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ മെയ് മൈറ്റും പറഞ്ഞു പോയതാണ്, കാരണം അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി. ഓക്കെ, ഇനിയിപ്പോ അത് അത്ര ഷുവർ ആണെങ്കിലോ, അവൾ വീട്ടിലുണ്ടാകും, വീട്ടിലുണ്ടാകും എന്ന് അത്രയും ഷുവർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഷീ ഷീസ് അറ്റ് ഹോം എന്ന് പറയാം അല്ലെ, അവൾ വീട്ടിലുണ്ടാവും, ഷീസ് അറ്റ് ഹോം, അത്രയും ഷുവർ ആണ്. അപ്പൊ അങ്ങനെയാണ് കുഡിന്റെയും മേയുടെയും മൈറ്റിന്റെയും ഒക്കെ യൂസേജ് വരാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ഷിബിന, ഷിബിന എന്താണ് മിണ്ടാത്തതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞ് ഇവിടെ എന്റെ അടുത്ത് സംസാരിച്ചാല് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, അവർക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, എന്റെ സർക്കിൾ ഫുള്ള് ഡിസ്റ്റർബൻസ് ആവും. ക്ലാസ് കഴിഞ്ഞ് 5 മിനിറ്റ് നമുക്ക് സംസാരിക്കാം. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് കുഡാവ് ആണ്. കുഡാവ് മീൻസ് നമുക്ക് കഴിയുമായിരുന്നു എന്നാണ്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ഒരു പാസ്റ്റിൽ നടന്ന സംഭവത്തെ കുറിച്ച് നമ്മുടെ പ്രസന്റില് അത് റിഗ്രറ്റ് ചെയ്ത് സംസാരിക്കും. അതായത് ഒരു കാര്യം നിങ്ങൾ റോഡിലൂടെ പോയപ്പോ നിങ്ങൾ ഒരു കാര്യം കണ്ടു, അതായത് ആരോ വീണ് കണ്ടു, നിങ്ങൾ അടുത്തുനിന്ന് ആരായിരിക്കാം, ചിലപ്പോ ഒന്ന് വീണ് കണ്ടു എന്ന് വിചാരിക്കാം. ഒരു ലേഡി ആവാം, ആരോ ആവട്ടെ, ലേഡി ആവാം വിചാരിക്കും. ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി ഒന്ന് വീണു, പക്ഷെ നിങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങളൊന്നും ചെയ്യാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ വീട്ടിൽ വെച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വീണു, എനിക്കിത് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു നമ്മൾ പറയും അല്ലെ. അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു അല്ലെ. അങ്ങനെ റിഗ്രറ്റ് ചെയ്യുമ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വളൽബാണ് കുഡ് ഹാവ്. I could have help her എന്ന് പറയാം. I could have helped her, എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു. I could have helped her, helped ആണ്. I could have helped her, എനിക്ക് ഹെൽപ്പ് ചെയ്യാമായിരുന്നു. I could have passed the exam. എനിക്ക് എക്സാമിൽ പാസ്സാക്കാമായിരുന്നു, പാസ്സാകാൻ കഴിയുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. ഇനി I could have saved his life, എനിക്ക് അവരെ രക്ഷിക്കാമായിരുന്നു. ഹാവിന് ശേഷം വരുന്ന V3 ഫോം ആണ്, അത് എപ്പോഴും ഓർമ്മ വേണം, മാറ്റം വരുത്തരുത്. ഹാവിന് ശേഷം വരുന്ന V3 ഫോം ആണ്. അപ്പൊ I could have saved his life, എനിക്ക് അവനെ രക്ഷിക്കാം, അവനെ എനിക്ക് രക്ഷിക്കാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല, എനിക്ക് രക്ഷിക്കാമായിരുന്നു. I could have slapped him, എനിക്ക് അവനെ തട്ടിക്കാമായിരുന്നു. ദേഷ്യം വന്ന് പക്ഷെ അടിച്ചില്ല, പക്ഷെ തട്ടിക്കായിരുന്നു. I could have slapped him. Okay, then I could have passed the test if I had not fallen sick. എനിക്ക് അസുഖം വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എക്സാം പാസ്സാക്കാൻ കഴിയുമായിരുന്നു. മനസ്സിലായോ? പാസ്റ്റിൽ നടന്ന കാര്യമാണ്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് പറയാം. He could have won the race if he had not slipped at the start. സ്റ്റാർട്ടില് ഒന്ന് സ്ലിപ്പ് ആയില്ലായിരുന്നെങ്കിൽ
ഞാൻ റേസില് എനിക്ക് റേസിൽ വിൻ ചെയ്യാൻ കഴിയായിരുന്നു. ഓക്കെ, യു കുഡ് ഹാവ് കോൾഡ് ഫസ്റ്റ്. നിനക്ക് ആദ്യം വിളിക്കായിരുന്നല്ലോ, അല്ലെ? നിനക്ക് ആദ്യം വിളിക്കായിരുന്നു. യു കുഡ് ഹാവ് കോൾഡ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കുഡ് ഹാവിന്റെ യൂസേജ്. ഓക്കെ, ഓരോ കാര്യം ചെയ്യാമായിരുന്നു, എനിക്കത് കഴിയുമായിരുന്നു, ചെയ്യാൻ പറ്റുമായിരുന്നു. മെയിനായിട്ട് കഴിയുമായിരുന്നു, പറ്റുമായിരുന്നു എന്നൊക്കെയാ പറയാ. കുട്ടല്ലേ പറയാ പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കുഡ് ഹാവ് ബീൻ. കുഡ് ഹാവ് ബീനും കുഡ് ഹാവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം മീനിങ് തന്നെയായിരുന്നു, മീനിങ് തന്നെയാണ്. ആകാമായിരുന്നു എന്നാ. എനിക്കൊരു ഡോക്ടർ ആകാമായിരുന്നു, എനിക്കൊരു ടീച്ചർ ആകാമായിരുന്നു, എനിക്കൊരു ആക്ടർ ആകാമായിരുന്നു, എനിക്ക് കുറച്ച് വെള്ളം കൊടുക്കായിരുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. ഐ കുഡ് ഹാവ് ബീൻ an actor, I could have been an actor, I could have been a doctor, I could have been rich, some other could have been given. എനിക്ക് കുറച്ച് വെള്ളം കൊടുക്കായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ could be, could have been ഒക്കെ യൂസേജ് വരാം. Is it clear or not? Response here. I could have been a rich. Yeah, could have been rich. Okay. Yeah, is it clear? Understood? റിപ്ലൈ ഒന്നുമില്ല. അഞ്ചിന് മാത്രം മനസ്സിലായുള്ളൂ, ബാക്കി ആർക്കൊന്നും മനസ്സിലായില്ല. ക്ലിയർ ആണോ? യെസ്. റോസമ്മ മാത്യു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായി. റോസമ്മ മാത്യു, പേരെന്താണ്? റോസമ്മ തന്നെയാണോ പേര്? ഇല്ല. പേരെന്താണ്? റിയ. ഓക്കെ റിയ, ഡൗട്ട് ഉണ്ടോ റിയക്ക്? എന്റെ ഇമെയിൽ ID റോസമ്മ. റിയ. റിയ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായി, എല്ലാം മനസ്സിലായി. Miss, you could have studied. Miss, ഇല്ല. എന്തോ പറയുന്നു. you could have studied well. Take 100% marks. നീ നല്ല പഠിച്ചിട്ടുണ്ടെങ്കിൽ 100% മാർക്സ് എടുക്കാമായിരുന്നു. You could have studied well. You could have studied well. നീ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്നാ പറയാ. If you are, അപ്പൊ കുഡ് വരൂലേ? കുഡ് അപ്പഴല്ല വരാം. നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്ത് 100% മാർക്ക് എടുക്കാമായിരുന്നു. വാങ്ങാൻ കഴിയുമായിരുന്നു. അപ്പൊ നമുക്ക് 100% മാർക്ക് വാങ്ങാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്ന സെന്റൻസിലാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോ if you study well, you could have got 100% marks. Yeah, you could have got 100% marks in the exam എന്ന് പറയാം. Okay? Okay. Clear ആയോ? If you are studying well, you could have got 100% mark in your exam. ഈ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് 100% മാർക്ക് എക്സാമിന് കിട്ടാമായിരുന്നു. മനസ്സിലായോ? 100% മാർക്ക് നിനക്ക് വാങ്ങാൻ കഴിയുമായിരുന്നു. അങ്ങനെയാ മീനിങ്. ഓക്കെ, ഇനി എന്താണ് ഡൗട്ട്? എന്താണ് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ എല്ലാവരും. കുഡ് ബി, കുഡ് ഹാവ്, കുഡ് ഹാവ് ബീൻ ഒക്കെ വെച്ചിരുന്ന കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ എല്ലാവരും. നിങ്ങളൊക്കെ എടുത്ത് പറയൂ. എക്സാമ്പിൾസ് പറയാൻ കിട്ടിയില്ലെങ്കിലും മലയാളമെങ്കിലും പറയൂ. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം.
അവൻ ഇന്ന് വരുമായിരിക്കും എന്ന് പറയൂലേ? ഉം. he could be at home. വരണ്ടേ? അപ്പൊ വരുക എന്താ? come he could be come at home അങ്ങനെ പറയൂ. എവിടെ? പറയാനും ഒരു സുഖമില്ല. മലയാളം പറഞ്ഞേ. അവൻ ഇന്ന് വരുമായിരിക്കും. he could be. അപ്പൊ ഒരു കാര്യം ചെയ്യും ഷിബിന, മലയാളം തന്നെ ശ്രദ്ധിക്കുക. അവൻ ഇന്ന് വരുമായിരിക്കും. അപ്പൊ അവനുണ്ട് അല്ലെ? അവനുണ്ട്, വരിക ഉണ്ട്, വരിക, പിന്നെ ഇന്നുണ്ട്, പിന്നെ വരുമായിരിക്കും, ആയിരിക്കും ഉണ്ട് അല്ലെ? അപ്പൊ ഫസ്റ്റ് സബ്ജക്റ്റ് വേണം, അവൻ, ഹി. ഇനി വരുമായിരിക്കും. അപ്പൊ വരും എന്ന് പറയുന്ന വേർഡിന്റെ മുൻപില് ആയിരിക്കും ചേർക്കണം. അപ്പൊ he could be come today. ഇന്നല്ലേ പറഞ്ഞു. he could be come today. അവൻ ഇന്ന് വരികയായിരിക്കും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇനി അടുത്തത്. പറഞ്ഞോളൂ. ഇന്ന് നല്ല മഴയായിരിക്കും എന്ന് പറയാൻ പറ്റില്ലേ? ഇന്ന് നല്ല മഴയായിരിക്കും. പറയൂ. ഇന്ന് നല്ല മഴയായിരിക്കും. അങ്ങനെയുള്ളപ്പോ സബ്ജക്റ്റ് എന്താണ്? ഒരു മഴയാണ്. അപ്പൊ ഒരു തിങ്ക് ആണെന്നൊക്കെ പറയാം. തിങ്ക് ആണെങ്കിൽ ഒരു സബ്ജക്ട് എന്താ പറയാ? ഇറ്റാണ്. ഇനി പറയാം. It could be rain today എന്നോ അങ്ങനെ പറയൂ. it could be rain today. ഇന്ന് മഴയായിരിക്കും. ഇന്ന് നല്ല മഴയാണെങ്കിൽ it could be heavy rain today പറയാം. it could be heavy rain today. അപ്പൊ ഈ റെയിനി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ റെയിനി എന്ന് പറഞ്ഞ വാക്ക് അത് റെയിനി ഡേയ്സ് ആണ്, മഴക്കാലം എന്നൊക്കെ പറയാം. റെയിനി ഡേയ്സ്. ഓക്കെ. അപ്പൊ it could be rain today. ഇന്ന് നല്ല മഴയായിരിക്കും. റെയിനി റെയിൻ ആയിട്ട് വ്യത്യാസം. റെയിനി ഡേ എന്ന് പറയുമ്പോ എന്തൊക്കെ മഴ ദിവസം എന്നൊക്കെ പറയാം, മഴക്കാലം എന്നൊക്കെയാ പറയാ. റെയിൻ മീൻസ് മഴ എന്നാ പറയാം. മഴയുള്ള ദിവസം, റെയിനി ഡേ എന്ന് പറയും, മഴയുള്ള ദിവസമാണ്. മറ്റേത് ഇന്ന് നല്ല മഴയായിരിക്കും എന്നാ പറയാം. അപ്പൊ it could be rain today. റെയിനി ടുഡേ എന്ന് പറയില്ല. ഇതൊരു മഴയുള്ള ദിവസമാണ്, റെയിനി ഡേ എന്ന് പറയാം. ഓക്കെ, അതാണ് റെയിനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, റിയ സംസാരിച്ച് കഴിയുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ശിവന് മാത്രമേ പറയുന്നുള്ളൂ. സിന്ധു ഡൗട്ട് ഒന്നില്ലേ? അല്ല, കുഡ് ഹാവ് ബീൻ പറയണ്ടല്ലോ. അതാ ഞാൻ മാം ക്ലാസ് എടുക്കുമ്പോ വന്നിണ്ടായില്ല. ഇപ്പോഴാ അറ്റൻഡ് ആയത്. ഞാൻ ഇങ്ങനെ നോക്കാം എന്തൊക്കെ പറഞ്ഞിട്ട്. മനസ്സിലാവുന്നുണ്ടോ സിന്ധുവിന്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഞാനിപ്പോ ജോയിൻ ആയതാ, ഒരു 50-ന്. ഇനി എന്താണ് അഞ്ജു, എന്തെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറയൂ, എല്ലാവരും പറയൂ. ജിസ്മി എന്താന്നും മിണ്ടാതെ? എനിക്ക് ഇന്ന് വയ്യ മാം, പനിയാണ്, അതാണ് ഞാനൊന്നും. I could be asleep now. എനിക്ക് ഉറങ്ങാമായിരുന്നു എന്നോ? ഗുഡ്. ഓക്കെ, ഉറങ്ങാമായിരുന്നു. നല്ല എക്സാമ്പിൾ ആണ്. ഓക്കെ,
Then ഇവിടെ ഇപ്പൊ പറഞ്ഞില്ലേ ഐ കുഡ് ബി അസ്ലീപ്. സ്ലീപ്പ് എന്ന് പറഞ്ഞൂടെ? ഈ അസ്ലീപ് എന്താ? സ്ലീപ്പ് എന്താ? സ്ലീപ്പ് മിസ്റ്റേക്ക് ആണ്, സ്ലീപ്പ് ആണ്. എനിക്കിപ്പോ ഉറങ്ങാം എന്നാ പറയുന്നത്. ഐ കുഡ് ബി സ്ലീപ് നൗ. എനിക്കിപ്പോ ഉറങ്ങാം. ഉറങ്ങായിരിക്കും എന്ന് പറയാം. ഐ കുഡ് ബി അസ്ലീപ് അല്ല കേട്ടോ, സ്ലീപ്പ് ആണ്. ഞാൻ പറയാൻ പറയായിരുന്നു അസ്ലീപ്. അസ്ലീപ് എന്ന് പറയുമ്പോ എന്താ? ഉറങ്ങുന്നു എന്നാണ് മീനിങ് പറയാം. ഉറങ്ങുക എന്ന് പറയുമ്പോൾ സ്ലീപ്പാണ്. ഓക്കെ. ദെൻ ഇനി കുഡ് ഹാവ് വെച്ചിട്ട് പറയൂ. കുഡ് ബി ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് കുഡ് ഹാവ്. എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു, കഴിയുമായിരുന്നു. കുഡ് ഹാവ് വെച്ചിട്ട് പറഞ്ഞേ കുറച്ച് എക്സാമ്പിൾസ്. മലയാളം പറയും, നിങ്ങൾ മലയാളം പറയും, അത് നല്ലത്. എല്ലാവർക്കും മലയാളം. അസ്ലീപ്പ് എന്ന് പറയുമ്പോ എന്താ അർത്ഥം? അസ്ലീപ്പ് ഉറങ്ങുന്നു എന്നാ. സ്ലീപ്പ് അസ്ലീപ്പ് രണ്ടും രണ്ടാണോ? രണ്ടും രണ്ടല്ല, മീനിങ് കുറച്ച് വ്യത്യാസമുള്ളൂ. സ്ലീപ്പ് ഉറങ്ങുക എന്നാണ്, അസ്ലീപ്പ് ഉറങ്ങുന്നു എന്ന് പറയാം, സ്ലീപ്പിംഗ് എന്നും പറയാം. സ്ലീപ്പിംഗും അസ്ലീപ്പും ഏകദേശം സെയിം മീനിങ് ആണ്. സ്ലീപ്പ് ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുമായിരുന്നു. സ്ലീപ്പ് ഉറങ്ങുക എന്നാണ്. ഓക്കെ. I could have watching film. I could have watching എന്ന് വരില്ല അശ്വതി. I could have ശേഷം എപ്പോഴും V3 ഫോം ആണ് വരാം. ഒരിക്കലും ING ഫോമും ഫസ്റ്റ് ഫോം ഒന്നും വരില്ല കേട്ടോ. I could have watched a film. ഇതൊരു ഫിലിം കാണാൻ കഴിയുമായിരുന്നു എന്നാണ്. എനിക്ക് അവിടെ പോകാമായിരുന്നു എങ്ങനെയാ പറയാം? എനിക്ക് അവിടെ പോകാമായിരുന്നു, എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു, പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല. എനിക്ക് അവിടെ പോകാൻ പറ്റുമായിരുന്നു. I could have go there. I could have Go there. go വരുമോ? പോകാമായിരുന്നു. ഹാവിന് ശേഷം V3 ഫോം. I could have gone there, but I didn't go. They could have gone the right. Yeah. I could have gone there, പക്ഷെ ഞാൻ പോയില്ല. എനിക്ക് പോവാൻ പറ്റിയില്ല എന്നാ പറയാം. I could have gone there, but എനിക്ക് പോവാൻ പറ്റിയില്ല എന്നെങ്ങനെയാ പറയാ? എനിക്ക് അവിടെ പോകാമായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. I couldn't go. Yeah. I cannot. Cannot അല്ല, നമുക്ക് പോകാൻ പറ്റിയില്ല, പോകാൻ കഴിയില്ല. I couldn't have gone there, but I can't to go there. I can't വരില്ല. ഇതൾ അത് മാത്രമല്ല, ഇതൾ അയച്ചതിന്റെ there സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. there അല്ല, HERE ആണ്. ഓക്കെ. ദെൻ അതായത് നമുക്ക് പോകാൻ കഴിയില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറയില്ലേ. ഒരു കാര്യം കഴിഞ്ഞു പോയതാണ്. ഒരു ഫംഗ്ഷൻ നടന്നു, ഒരു മാരേജ് നടന്നു എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ മാരേജിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറയില്ലേ. പറ്റിയില്ല, കഴിഞ്ഞില്ല എന്ന് പറയില്ലേ. അവിടെയൊക്കെ പറയുന്നത് കുഡിന്റ് ആണ്. കുഡിന്റ്. Cannot അല്ല. കെനോട്ട് അല്ല. കെനോട്ട് എനിക്ക് പറ്റില്ല, പറ്റില്ല എന്നാണ്. പറ്റില്ല, തീർത്തും പറ്റില്ല. പറ്റില്ല. അത് പ്രസന്റിൽ പറയുന്ന കാര്യം. എനിക്ക് പറ്റില്ല, എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. എനിക്ക് ഗോ there. എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. I couldn't go there. എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല.
I couldn't go there. Okay. I couldn't have attend the marriage. എനിക്ക് ആ മാരേജിന് അറ്റൻഡ് ചെയ്യാമായിരുന്നു, അറ്റൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. I couldn't have attended the marriage function. Yeah. I could have gone there, but I couldn't go. Correct ആണ്, അങ്ങനെയാ പറയാം. I could have gone there, but I couldn't go. എനിക്ക് അവിടെ പോകാൻ പറ്റുമായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പൊ പറ്റി, അങ്ങനെയാ പറയാം. കുഡിന്റും കുഡും തമ്മിലുള്ള വ്യത്യാസമാണ്. I could have go there, but I couldn't ഗോ there അല്ല, could have ന് ശേഷം സിന്ധു ഏത് എന്തായിക്കോട്ടെ ഒരു ഹാവ് ഉണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന വെർബ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കും. ഓക്കെ, അത് മറക്കരുത്. ഗോ ഒരിക്കലും പറയില്ല. I could have gone ആ വരാം. ഗോൺ, ഗോയുടെ ഫോം ഗോൺ, ഗോ വെന്റ് ഗോൺ. അപ്പൊ I could have gone there, but I couldn't എന്ന് പറഞ്ഞാൽ മതി. I couldn't. എനിക്ക് അവിടെ പോകാമായിരുന്നു, പക്ഷേ പോയില്ല. ഞാൻ പോയില്ല, പോകാൻ പറ്റിയില്ല. okay. ഇനിയിപ്പോ പോയില്ല, നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. പോകാൻ പറ്റിയില്ല, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ but I couldn't പറയാം. ഇനിയിപ്പോ പോയില്ല, ഞാൻ പോയില്ല എന്നാണെങ്കിൽ I didn't പറയാം. I didn't go എന്ന് പറയാം. പോയില്ല, മറ്റത് പോകാൻ കഴിഞ്ഞില്ല. കഴിയുക എന്ന് വരുമ്പോ could വരും. പോയില്ല എന്ന് പറയുമ്പോ didn't വരും. didn't go, പോയില്ല, didn't go. അപ്പൊ നമുക്ക് രണ്ടു തരത്തിലും പറയാം. I could have gone there, but I couldn't go. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ I could have gone there, but I didn't go. ഞാൻ പോയില്ല. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? Yes. ഇതൊക്കെ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൺഫ്യൂഷൻ വരും. ഇതെല്ലാം പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഗ്രാമർ അറിഞ്ഞാൽ തന്നെ നമുക്കൊരു കുറെയൊക്കെ നിങ്ങൾക്ക് മലയാളം കിട്ടിയാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. കാരണം ഹാവിന് ശേഷം രീതിയിൽ ഫോം ആണ് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഗ്രാമർ മിസ്റ്റേക്ക് വരില്ല. ഇങ്ങനെയാണ് ഗ്രാമർ മിസ്റ്റേക്ക് വരാം. അത് അറിഞ്ഞു വെച്ചാൽ തന്നെ കുറെയൊക്കെ നമുക്ക് ടെൻഷൻ കുറയും, കോൺഫിഡൻസ് ഓൾറെഡി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ പറയൂ. എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതെങ്ങനെ പറയാം? എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. I could have met him. എനിക്കവനെ മീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. I couldn't have met him. എനിക്കവനെ മീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. I couldn't have met him. ഓക്കെ, ഇനിയിപ്പോ എനിക്കൊരു മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിലും ഇതൊക്കെ തന്നെ യൂസ് ചെയ്യാം. വലിയ മിസ്റ്റേക്ക് ഒന്നും വരില്ല. ഓക്കെ, ഇനി അവിടെ ഹാവ് യൂസ് ചെയ്തില്ലെങ്കിൽ മിസ്റ്റേക്ക് ഇല്ല. എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിലോ I could not meet him എന്ന് പറയാം. I could not meet him. എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. I could not meet him. എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കഴിഞ്ഞില്ല. കഴിയുമായിരുന്നില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് I couldn't have met him. അല്ലെങ്കിൽ എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, സാധിച്ചില്ല. I couldn't meet him. അവിടെ മീറ്റ് പറയണം കേട്ടോ. I couldn't meet him. ഹാവ് വന്നുകൊണ്ടാണ് അവിടെ മെറ്റ് വന്നത്. ഇവിടെ ഹാവ് ഒന്നുമില്ല, കുഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ മീറ്റാ പറയാം. I couldn't meet him. നമ്മുടെ മൊഡാൻ വേർബിന് ശേഷം നമുക്ക് V1 ഫോം ആണ് വരാം. ഓക്കെ, വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യാൻ മൊഡാൻ വേർബിന് ശേഷം. അതിന്റെ കൂടെ ഇപ്പൊ ഹാവോ ഹാസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ V3ലേക്ക് പോകുക. ഓക്കെ,
ക്ലിയർ ആണോ? കഴിഞ്ഞ ആഴ്ച എനിക്ക് വീട്ടിൽ പോവാനായില്ല. പറയൂ. ഐ കുഡ് ഹാവ് കുട്ടി ഹാവ് പറഞ്ഞാലും കുഴപ്പമില്ല സിന്ധു. എനിക്ക് കഴിയുമായിരുന്നില്ല എന്നാണ്, കഴിഞ്ഞില്ല എന്നല്ലേ, ഫുഡ് മാത്രം പറഞ്ഞാൽ മതി. കഴിഞ്ഞില്ല, എനിക്ക് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല, സാധിച്ചില്ല, നെഗറ്റീവ് ആണ്. അപ്പോ നെഗറ്റീവ് ആണ്. ഐ കുഡിന്റ് പോകാൻ, എങ്ങോട്ട്, എപ്പോ. ഐ കുഡിന്റ് ഗോ എങ്ങോട്ട്, ഗോ വരോ? ഗോൺ ഗോയാണ്. കുഡിന്റെ കൂടെയൊക്കെ ഫസ്റ്റ് ഫോം വരാം. ഐ കുഡിന്റ് ഗോ എങ്ങോട്ട്, അറ്റ് ഹോം, വീട്ടിലേക്ക്. എങ്ങോട്ടാണ് അപ്പോ? ഐ കുഡിന്റ് ഗോ ഹോം ടു മൈ ഹോം, എന്റെ വീട്ടിലേക്കല്ലേ. I couldn't go to my home at last week. Yeah. I couldn't go to my home last week. എനിക്ക് കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, സാധിച്ചില്ല. I couldn't go to my home last week. എന്റെ ചേർക്കണല്ലേ മിസ്സേ? എന്റെ വീടല്ലേ. അങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കിയേ. എനിക്ക് കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. എനിക്കാണ്, ഐ ആണ് ഫസ്റ്റ്. അപ്പൊ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് കുഡിന്റ് ആണ്. ഐ കുഡിന്റ്. എങ്ങോട്ട് പോകാനാണ്? ഗോ, പോകാൻ. എങ്ങോട്ട് പോകാൻ? ടു മൈ ഹോം, എന്റെ വീട്ടിലേക്ക് പോകാൻ. എന്ന്? ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. ഐ കുഡിന്റ് ഗോ ടു മൈ ഹോം ലാസ്റ്റ് വീക്ക്. ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യുന്നത്. Couldn't present. Okay. ഇനി നെക്സ്റ്റ്. I couldn't attend my brother's wedding last week. Yeah, I couldn't attend my brother's wedding last week. എനിക്ക് എന്റെ ബ്രദറിന്റെ വെഡിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, കുഡിന്റെ യൂസേജ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. I couldn't. I couldn't attend parents meeting. I couldn't attend, could not attend parents meeting. Yeah, I couldn't attend parents meeting. Parents meeting in attend ചെയ്യാൻ പറ്റിയില്ല, കഴിഞ്ഞില്ല. I couldn't attend the parents meeting. Okay, correct ആണ്. Okay, miss. I couldn't go to watching movie last week. എനിക്ക് മൂവി കാണാൻ പോകാൻ കഴിഞ്ഞില്ല. I couldn't go to watching എന്ന് പറയണ്ട നവ്യ, വാച്ച് എന്ന് പറഞ്ഞാൽ മതി. I couldn't go to watch a movie. I couldn't go to watch a movie last week. കഴിഞ്ഞ ആഴ്ച ഒരു മൂവി കാണാൻ പോകാൻ കഴിഞ്ഞില്ല. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. I couldn't go to watch a movie last week. I couldn't attend the parents meeting yesterday. Watching വരില്ല. ഓക്കെ, വാച്ചിങ് വരില്ല കേട്ടോ. വാച്ച് ആണ് വരാം. ING ഫോമിന്റെ അവിടെ ആവശ്യമില്ല. ING ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റിൽ ഒരു കണ്ടിന്യൂ കാര്യങ്ങൾ നടക്കുമ്പോഴാണ്. ഓക്കെ, I couldn't go to watch a movie last week. നെക്സ്റ്റ് കണ്ടോ, ഇതേപോലെ നിങ്ങൾ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയാറ്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മേക്ക് ചെയ്യൂ. ഓക്കെ, then you can realize your mistakes and then you can correct yourself also. Okay, me next. അപ്പൊ നമുക്ക്
കുഡ് ഹാവ് യൂസ് ചെയ്യാതെ കുഡിൻ ഹാവ് യൂസ് ചെയ്യാതെ കുഡിന് മാത്രമായിട്ട് യൂസ് ചെയ്താലും മതിയാ. മതി. കുഴപ്പമൊന്നുമില്ല. നമ്മള് ഇന്ററാക്ഷൻ ഒക്കെ വരുമ്പോ ഇങ്ങനെ കുട്ടിയാവിന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്കത് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നത്, എനിക്കത് കഴിയുമായിരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ മാത്രം ഈ കുട്ടിയാവ് യൂസ് ചെയ്താൽ മതി. എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല, എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല എന്നുള്ള സാഹചര്യത്തില് കുഡിന്റെ മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ. കൂടുതലും നമ്മൾ യൂസ് ചെയ്യുക കുഡിന്റെ ഒക്കെയാണ്. നമ്മുടെ ഡെയിലി ഒരു ഇന്ററാക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോ ഈ കുഡിന്റെ ഒക്കെ ആകും പറയാറ്. അതല്ലേ, പിന്നെ കുഡ് ബി പറയും, കുഡിന്റെ പറയും. അങ്ങനെയൊക്കെയാണ് മെയിൻലി നമ്മൾ പറയാം. കുഡിയാവൊന്നും പറയില്ലെന്നല്ല, അത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അവിടെ പോകാമായിരുന്നു, പോകാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ ദെയർ എന്ന് പറയും. എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ മാത്രമേ അത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ നമ്മൾ പറയും അവിടെ പോകാൻ കഴിഞ്ഞില്ല, എനിക്കവിടെ പോകാൻ പറ്റിയില്ല, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയാ പറയാറ് അല്ലെ. അവിടെയൊക്കെ നമുക്ക് കുഡിന്റെ ആണ് മെയിൻലി യൂസ് ചെയ്യാം. ഐ കുഡിന്റ് ഡു ദാറ്റ്, ഐ കുഡിന്റ് ഡു ദാറ്റ്, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഐ കുഡിന്റ് ഡു ദാറ്റ്, അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യാൻ പറ്റുക. ആ ഒരു ഐഡിയ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ആ ടൈമിൽ ഉണ്ടാകും. നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും, ഇവിടെ കുഡല്ല യൂസ് ചെയ്യുക, അവിടെ കുഡിയാവല്ല യൂസ് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എല്ലാവർക്കും. അത്യാവശ്യം കുറച്ചെങ്കിലും എക്സാമ്പിൾസ് പറയുന്നുണ്ട്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമ്പിൾസ് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാം, മാക്സിമം പറയൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ട ഒരു ഐഡിയ കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, തെറ്റായാലും പറയാൻ നോക്കാം, തെറ്റുന്നതിലൂടെയാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, ഈ സെന്റൻസ് ശരി തന്നെ നോക്കണേ. ഞാൻ ഇപ്പൊ ഇരുന്നുണ്ടാക്കിയതാണ്. കറണ്ട് പോയപ്പോ പവർ ബാങ്ക് യൂസ് ചെയ്യാമായിരുന്നു. പറഞ്ഞോ, എങ്ങനെയാ പറയാ? ഇവിടെ ഒരു സബ്ജക്റ്റ് പവർ ബാങ്ക്, അതിന് ഇട്ടെന്ന് പറഞ്ഞാൽ മതിയാ. ഇല്ല, എനിക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാൻ കഴിയുമായിരുന്നു. അവിടെ കഴിയുമായിരുന്നു എന്നാ പറയാ, ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോ ഐ കുഡ് ഹാവ് എന്ന് പറയോ? എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല, അതല്ലേ പറയാം. അങ്ങനെ ഒരു സെന്റൻസ് പറയണം, എന്നാൽ മാത്രമേ ആ കുഡ് ഹാവിന് യൂസ് ചെയ്യുള്ളൂ. എനിക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ അത് ചെയ്തില്ല. മനസ്സിലായോ? അങ്ങനെ പറയണം. അപ്പോഴാണ് കുഡ് ഹാവ് വരാൻ. പറയൂ. കറണ്ട് പോയപ്പോ ഞാൻ പവർ ബാങ്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു, അത്ര മതി. അങ്ങനെയാണെങ്കിലോ അപ്പോഴും കുഡ് ഹാവ് പറയണം. കറണ്ട് പോയപ്പോൾ അത് പറ. അപ്പൊ ആദ്യം സബ്ജക്ട് യൂസ് ചെയ്യല്ലേ പറയാനുള്ള. അതോ അയ്യോ വേണ്ടായിരുന്നു. കറണ്ട് പോയപ്പോൾ എന്ന് പറ, അവിടെ സബ്ജക്ട് ആവശ്യമില്ല. പവർ കട്ട് അല്ലേ? പോയപ്പോൾ വെൻ വേണം. വെൻ പവർ കട്ട്സ് ഹാപ്പൻ എന്നോ അങ്ങനെ പറയൂ. അയ്യോ പറയൂ. when power ഇങ്ങനെ പറയൂ. ഫസ്റ്റ് പറഞ്ഞാലും മതി, എനിക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാമായിരുന്നു പവർ കട്ട് ആയ സമയത്ത് എന്ന് പറഞ്ഞാലും മതി. I could have used അല്ലേ പറഞ്ഞത്. ഹാവ് വന്നതിന് വീത്രേ വരുള്ളൂ. When was current gone? I can use the power bank. ഒന്നും വരില്ല. I could have വരൂലേ?
ഐ കുഡ് ഹാവ് അത് ഐ കുഡ് എന്ന് വരുമോ power bank. മാത്രമേ വരുവോളാ? ഐ കുഡ് ഹാവ് വരും. പവർ കട്ടായ സമയത്ത് എനിക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. ഇത്രയും സെന്റൻസ് പറയണം. I could പവർ കട്ടായ സമയത്ത് എനിക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാൻ അത് ചെയ്തില്ല. ഇത്രയും സെന്റൻസ് ഒന്ന് പറഞ്ഞേ. കുറെ ലോങ് ആയി മിസ്സേ. power അത് bank കുഴപ്പമില്ല, പക്ഷെ ഇംഗ്ലീഷ് പറയുമ്പോൾ ചെറുതായിക്കോളും. ഞാൻ പറയട്ടെ. പറയൂ. പറയൂ I പറയൂ. could have used a power bank when it power off. I could have used a power bank when it power off. അങ്ങനെയും പറയാം. I could have used the power bank when the power off എന്ന് പറയാം. പവർ കട്ടോ പവർ ഓഫോ എന്തെങ്കിലും ആവട്ടെ. എന്നിട്ട് ഞാനത് ചെയ്തില്ല എന്ന് നമ്മൾ പറഞ്ഞേ. ഐ കുഡിൻ യൂസ് എന്ന് പറയൂ. ഐ കുഡിൻ ഹാവ് യൂസ്. ചെയ്തില്ല. ചെയ്തില്ല എന്ന് പറയുമ്പോ ഐ ഡിഡിന്റ് വരൂലേ? ഐ ഡിഡിന്റ് യൂസ് എന്ന് പറയൂലേ? ഡിഡിന്റെ ചെയ്തില്ല എന്നവര് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്ക് ആ പവർ ബാങ്ക് യൂസ് ചെയ്യാൻ കഴിയുമായിരുന്നു. കറണ്ട് പോയ സമയത്ത് എനിക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാൻ കഴിയുമായിരുന്നു. ബട്ട് I didn't യൂസ്. I didn't use that. ഞാൻ ചെയ്തില്ല. I didn't എന്ന് പറഞ്ഞാൽ മതി. I didn't. ഓക്കെ എന്ന് പറഞ്ഞേ. ഐ കുഡിൻ ഹാവ് യൂസ്ഡ് പവർ ബാങ്ക്. അയ്യോ ബാക്കി ഞാൻ മറന്നുപോയി, എഴുതിയെടുത്തില്ല ഞാൻ. നിങ്ങൾ ട്രൈ ചെയ്യൂ. ഐ കുഡിൻ ഹാവ് യൂസ്ഡ് പവർ ബാങ്ക്. അയ്യോ ബാക്കി എന്തെന്ന് പറയും? പറഞ്ഞാ എന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞേ. ഞാൻ എഴുതണേല് ബിസി ആയിപ്പോയി. അപ്പൊ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇത് ശ്രദ്ധിച്ചാ അത് എഴുതാൻ പറ്റില്ല, അത് എഴുതിയാ പിന്നെ ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല. എഴുതിയെടുക്കല്ലേ ആദ്യം പറയൂ, അപ്പൊ നിങ്ങൾക്ക് മൈൻഡിൽ കിട്ടും, അത് രജിസ്റ്റർ ആയിക്കോളും. കറണ്ട് പോയപ്പോൾ ഇങ്ങനെയാണ് മലയാളം എഴുതിയെടുക്കാൻ. നിങ്ങൾ മലയാളം എഴുതിയെടുക്കോ? കറണ്ട് പോയപ്പോൾ എനിക്ക് പവർ ബാങ്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. കറണ്ട് പോയപ്പോൾ എനിക്ക് പവർ ബാങ്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഓക്കെ, പക്ഷേ ഞാൻ അത് ചെയ്തില്ല. എഴുതി. അതല്ലേ പറഞ്ഞു, എഴുതിയുടെ എന്തെങ്കിലും മറന്നുപോയി, പറഞ്ഞത് കേട്ടില്ലേ? ഓക്കെ, കറണ്ട് പോയപ്പോൾ എനിക്ക് പവർ ബാങ്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. എങ്ങനെയാ പറയാം? ഐ കുഡിൻ ഹാവ് യൂസ് പവർ. ഇവിടെ നിങ്ങൾക്ക് ഹാവ് യൂസ് ചെയ്തതിന് കുഴപ്പമില്ല, കുഡ് ആയാലും മതി. കുഡ് ഹാവ് യൂസ് ചെയ്യാനുള്ള മിസ്റ്റേക്കും ഇല്ല. എന്ത് യൂസ് ചെയ്യാം? കുഡ് ഹാവും പറയാം, കുഡും പറയാം. കറക്റ്റ് ആ ഒരു മീനിങ് കൺവേ ആയിക്കോളും. ഐ കുഡ് യൂസ് പവർ ബാങ്ക് വെൻ the power is gone. വില്ലല്ല, പവർ കറണ്ട് പോയപ്പോഴാണ്. When power is off. Power off അല്ല, അത് കറണ്ട് പോയി. When the power went out എന്നാണ് കറക്റ്റ് ആയിട്ട് പറയാം. കറണ്ട് പോയപ്പോൾ when the power went, I could use the power bank, but I didn't eat. ഞാൻ ചെയ്തില്ല. ഓക്കെ, യൂസേജ് ഒക്കെ പഠിച്ചിരിക്കണേ. കറണ്ട് പോയപ്പോൾ എന്ന് പറഞ്ഞ യൂസേജ് ഒക്കെ പഠിച്ചിരിക്കണം. When the power went out ആണ്. went out കറണ്ട് പോയപ്പോൾ. When the power went out, I could use the power bank, but I didn't.
അപ്പൊ നമ്മൾ പറയണം when power went out I could use power bank but I didn't എന്ന് പറയും. Yeah. അപ്പൊ നമ്മൾ When the ആദ്യം യൂസ് power ചെയ്ത went out, when the power went out എന്ന് പറയണം. When the power went out, I could use the power bank, but I didn't it. ഞാൻ ചെയ്തില്ല. ഇങ്ങനെയാ വരാ കറക്റ്റ്. Could have use ചെയ്തത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, മിസ്റ്റേക്ക് ഒന്നും വരില്ല അവിടെ. Could have എന്ന് പറയുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ ചെയ്യാമായിരുന്നു, കഴിയുമായിരുന്നു എന്ന് പറയും. ഇവിടെയും വ്യത്യാസമാണ്, എനിക്കത് ഉപയോഗിക്കാമായിരുന്നു തന്നെയാണ്. പക്ഷെ could have യൂസ് ചെയ്യാനും കുഴപ്പമില്ല, could യൂസ് ചെയ്താലും മിസ്റ്റേക്ക് ഇല്ല. രണ്ടും സെയിം ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഈ സെന്റൻസിൽ നമ്മൾ ഐ കുഡ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത് തുടങ്ങൂല. The power went ചെയ്യാലോ, out. അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. I could have used, I could use the power bank when the power went off, but I didn't it. ഇങ്ങനെയും പറയാം. I could use the power bank when the power went out, but I didn't it. ഓക്കെ, എനിക്ക് പവർ ബാങ്ക് ഉപയോഗിക്കാമായിരുന്നു കറണ്ട് പോയപ്പോൾ, പക്ഷെ ഞാൻ ചെയ്തില്ല. Okay, miss. When the power went out, I could use the power bank, but I didn't. Yeah, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, വേറൊരു കാര്യം വെച്ചാല്, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ, അടുത്ത ക്ലാസ് മീൻസ് നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ട് ഒരു ആഗ്രഹം, അല്ലെ? എനിക്ക് അങ്ങനെ എത്തണം, എനിക്ക് അങ്ങനെ ആവണം, എനിക്ക് ഇങ്ങനെ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നും അതിലേക്ക് നിങ്ങൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും ആ രീതിക്കാണ് പോകുന്നതെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്ത സിറ്റുവേഷൻസും പ്രോബ്ലംസും ഇഷ്യൂസും നിങ്ങൾ ഇവിടെ വരെ എത്തിയത് എങ്ങനെയാണ്, അതായത് ഒരു സ്റ്റോറി പോലെ, നിങ്ങൾ ചെറിയൊരു സ്റ്റോറി പോലെ ഡ്രീമിനെ കുറിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഇംഗ്ലീഷ് നിങ്ങൾ ആദ്യം ഒരു മലയാളത്തില് നിങ്ങളുടെ ഒരു സ്റ്റോറി അത് എഴുതാം. ഇങ്ങനെയൊക്കെയാണ് പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയട്ടെ, ഷെയർ ചെയ്യാൻ പറ്റുന്നത് മാത്രം പറയാം. ദെൻ നിങ്ങൾ നോട്ട്ബുക്കിൽ എടുത്തിട്ട് മലയാളം എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ഗൂഗിളിന്റെ സഹായത്തോടെ തന്നെ നിങ്ങൾ അതിന്റെ മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യുക, ക്ലിയർ ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, ഫ്ലുവന്റ് ആക്കാം. അതായത് മിററിൽ നോക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ആ ഒരു മോഡുലേഷനിലൂടെ നിങ്ങൾ എങ്ങനെയാണ് നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, മലയാളം എങ്ങനെയാണ് സംസാരിക്കുന്നത്, ആ ഒരു മോഡുലേഷൻ നമുക്ക് വേണ്ടേ. അപ്പൊ ഇംഗ്ലീഷിന് അതിൻ്റെതായ ഒരു മോഡുലേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ ആയാലും എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിനോട് പറയാം, നമുക്ക് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും ചെയ്യണം. ഇതൊരു ഹോംവർക്ക് ആണ്, നിങ്ങൾ എന്തായാലും ചെയ്തേ പറ്റൂ. യു ഷുഡ് ഡു ദാറ്റ്. ഓക്കെ, സോ എല്ലാവരും ആയിട്ട് വരാം. പ്രിപ്പയർ ആവുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കോൺഫിഡന്റ് ആകും. അതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയാൻ പറഞ്ഞത്. ഇനി അത് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ക്ലാസ്സിൽ പോകുന്നു. എല്ലാവരും ഇത് പറഞ്ഞത് കൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്, എന്തായാലും ജോയിൻ ചെയ്യണം. മേടിച്ചാ ഫുൾ ടൈം ഇതായിട്ട് വരും. ഓക്കെ മാം, എന്തോ ഇത് എങ്ങനെയാ തുടങ്ങേണ്ടത്? തുടങ്ങേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ വെച്ച് തുടങ്ങുമോ? ഇപ്പൊ ഞാൻ പറയാം, അശ്വതി, പിന്നെ നമ്മുടെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആയതാണ്. എന്റെ എഡ്യൂക്കേഷൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് വന്നത്. When I was a child, I'm very poor in English. അല്ലെങ്കിൽ ഞാൻ poor in studies. ഞാൻ അധികം പഠിക്കാറുന്നില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞ് ഇങ്ങനെ സ്റ്റോറി പോലെ ആക്കാം മലയാളത്തില്. എന്നിട്ട് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയാലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടായാലും ഇൻസൾട്ട് ആയാലും എന്തെങ്കിലും അതൊരു മോട്ടിവേഷൻ ആണ് എപ്പോഴും നമ്മുടെ ലൈഫിൽ. അതൊക്കെ ഒരു സ്റ്റോറി പോലെ ചെയ്തിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റാം. നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. അത് ഗൂഗിളിന്റെ സഹായം നോക്കരുത്. നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, കറക്ഷൻ ചെയ്യാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം ഗൂഗിളിന്റെ സഹായം നോക്കാം. എന്നിട്ട് അത് ക്ലിയർ ചെയ്യാം. അപ്പൊ അതിൽ ഗ്രാമർ മിസ്റ്റേക്കോ ഒന്നുമില്ല നിങ്ങൾക്ക് ഉറപ്പാകും. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം അത് ഒരുപാട് പ്രാവശ്യം വായിക്കുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അത് ഫ്ലുവന്റ് ആയിക്കോളും. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ക്ലാസ്സിൽ വന്ന് പറയാം. നോക്കി വായിക്കാം, പക്ഷെ എന്നാലും ഫുള്ള് നോക്കി വായിക്കണ്ട. കുറെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറയാൻ പറ്റും ആ സമയത്ത്. ഓക്കെ, അതേപോലെ പ്രിപ്പയർ ചെയ്ത് എന്തെങ്കിലും അതിലിപ്പോ നമ്മ ഹാവ്, ഹാസ് അങ്ങനെ എന്തെങ്കിലും നമ്മ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന വാക്കുകളില്ലേ, അന്നേരം അതൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പറയാ? അതൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും.
ആ സെന്റൻസ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ മലയാളം കറക്റ്റ് ആണോ നോക്കുക. എന്നിട്ട് ഒന്ന് റിവേഴ്സ് ഇട്ട് നോക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ക്ലാസ്സിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്യാം. പറയുന്നത് കൺവേ ആകുന്നുണ്ടോ എന്ന് നോക്കാം. മിക്കവാറും കൺവേ ആകും. ഓക്കെ, കോൺഫിഡന്റ് ആയിട്ട് പറയാം ക്ലാസ്സിൽ വരുമ്പോ. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, ചിലപ്പോ ഇതുകൊണ്ട് ഒരു കുറച്ചെങ്കിലും ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആവും. ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടും. എനിക്കും പറയാം, എനിക്ക് സംസാരിക്കാൻ പറ്റും, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും സംസാരിക്കാൻ പറ്റും എന്ന് തോന്നൽ വരും. Talk about yourself, അല്ലേ മിസ്സേ? Yeah. Talk about myself. Yeah, yourself and your dream also. Dream ആണ് മെയിൻ. ഡ്രീം എന്താണെന്ന് പറയണം. അവസാനം ഇതാണ് എന്റെ ഡ്രീം എന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ ഈ ഹാർഡ് വർക്ക് ചെയ്യും. എന്റെ ഡ്രീമിലേക്ക് ഞാൻ എത്തും. I definitely reach my dream. അല്ലെങ്കിൽ I definitely എന്താണ് got my dream എന്ന് പറയാം. എന്തായാലും എന്റെ ഡ്രീം ക്യാച്ച് ചെയ്തിരിക്കും. ഓക്കെ, ആ ഒരു മോട്ടിവേഷനിലൂടെ നിങ്ങളുടെ സ്റ്റോറി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ മാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യൂലേ കട്ടേക്ക്? ഓഫ് കോഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. യു ഓൾസോ, ഞാനും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, മാക്സിമം നാളത്തേക്ക് നമുക്ക് പറയാം. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. താങ്ക് യു. എല്ലാവരും ഒരു കാര്യം. എല്ലാവരും ജോയിൻ ചെയ്യണം, പറയണം. ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടാ പോലെ, കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു സെന്റൻസ് എന്നിട്ട് കണ്ടുപിടിച്ചോണ്ട് ഞാൻ പറഞ്ഞായിരുന്നു, അന്ന് പഠിച്ചിരുന്നു എങ്കിൽ ഇന്ന് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നേനെ എന്നൊരു വാക്ക്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കണ്ടുപിടിച്ചു. ശരി തന്നെ എന്തോ, ഐ ഹാഡ് സ്റ്റഡീഡ് ദെൻ ഐ വുഡ് ഹാവ് എ ജോബ് ടുഡേ. അത്രയേ ഉള്ളൂ. സെന്റൻസ് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതേപോലെ നാളെ വരെ പറഞ്ഞാ എന്നോട് ഓരോരുത്തരുടെയും ഡ്രീം പറയാം. ഓക്കെ, ഓക്കെ. Okay, see you next. See you tomorrow. Bye. Thank you. ബൈ. താങ്ക് യു മാം. Thank you. താങ്ക് യു മാം.